ഏതായാലും നമുക്ക് മാർക്കറ്റിൻ്റെ മറ്റു കൂടുതൽ അപ്ഡേറ്റുമായി നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. സാർ, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം വിഷ്ണു, കേൾക്കുന്നു. സാർ, ആദ്യം അറിയേണ്ടത് US മാർക്കറ്റിനെ പറ്റിയാണ്. ഏതായാലും US മാർക്കറ്റിലൊരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു ദിവസം കാണാൻ സാധിച്ചു, അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ഒരു ക്ലോസിംഗ് നോക്കുമ്പോൾ വലിയ രീതിയിലൊക്കെയുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു മാർക്കറ്റാണ് നമ്മൾ കണ്ടത്. ഡൗ ജോൺസ് 1.23% ഇടിവാണ് രേഖപ്പെടുത്തിയത്. S&P 500 1.6% ഒരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്കിൽ 2% മുകളിലേക്ക് നിൽക്കുന്ന ഒരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. US മാർക്കറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് നവംബർ 2024 അതിന്റെ ഒരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത് 4771 പോയിന്റ്. അതേ ലെവല് ഈ വർഷം ജനുവരി മാസത്തിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ആൻഡ് കഴിഞ്ഞ ആഴ്ചയും അതേ ലെവല് ടെസ്റ്റ് ചെയ്യുന്നതിന് ശേഷം ആ ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു നമുക്ക് ഈ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത്. ആൻഡ് ഈ സെല്ലിങ്ങിനെ തുടർന്ന് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറി എന്ന് തന്നെ പറയാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കരുത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 42,800 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും സെല്ലിംഗ് പ്രഷർ നമുക്ക് പ്രതീക്ഷിക്കാം. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ വ്യാഴാഴ്ചയായിരുന്നു നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയത്. അതിനുശേഷം നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വെള്ളിയാഴ്ച കാണാൻ സാധിച്ചു. അതിൽ നിന്നും വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഇറ്റ് ഇസ് പ്രോഫിറ്റ് ടേക്കിംഗ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 22,400 പോയിന്റ് ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ അമേരിക്കൻ വിപണിയിലും നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. സാർ, നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് പോകാം. കമ്മോഡിറ്റി മാർക്കറ്റ് നമ്മൾ ബ്രെൻഡ് WT ക്രൂഡൊക്കെ നോക്കുമ്പോൾ ഇന്ന് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീക്കിലി ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ നമ്മൾ കണ്ടത് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു നമുക്ക് ക്രൂഡിൽ കാണാൻ സാധിച്ചത്. ഇപ്പോൾ ക്രൂഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ് ഇനി? ക്രൂഡ് ഓയിലിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് അല്പം വോളറ്റിലിറ്റി കാണാൻ സാധിച്ചു. ആൻഡ് $69.50 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. ആൻഡ് അതേ ലെവലിൽ വീണ്ടും കൺസോൾട്ടേഷൻ നടന്നു വരുന്നു. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയി തുടരുന്നുണ്ട്. ബട്ട് ഈ ആഴ്ച നമ്മൾ $69.50 റെസിസ്റ്റൻസ് വളരെ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സാർ, ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഒരു നേരിയ ഇടിവാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 3355 എന്നൊരു ലെവലിലാണ് ഇപ്പോൾ ഗോൾഡിൽ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണുന്നത്. വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ 0.79% ഒരു നേട്ടമായിരുന്നു നമുക്ക് ഗോൾഡിൽ കാണാൻ സാധിച്ചത്. ഗോൾഡിൽ ഇനി താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ നമുക്ക് വെള്ളിയാഴ്ച ഒരു നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് ഷോർട്ട് ടേമിൽ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് വീണ്ടും ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് $3,420 അമേരിക്കൻ ഡോളർ. ആ ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 3,480, അതിനുശേഷം 3,520. $3,520 ലെവലിൽ നിലവിലുള്ള ഓൾ ടൈം ഹൈ നിൽക്കുന്നത്. ആൻഡ് അമേരിക്കൻ വിപണിയിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു വീക്ക്നെസ്സിനെ തുടർന്ന് വി ഹാവ് ടു കെയർഫുള്ളി വാച്ച് ഗോൾഡ്. കാര്യം അമേരിക്കൻ വിപണിയിൽ വീണ്ടും ഈ ആഴ്ച നമുക്ക് ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് സ്വർണത്തിന്റെ ബുള്ളിഷ് ട്രെൻഡിനെ തീർച്ചയായിട്ടും പോസിറ്റീവ് നോട്ടിൽ തന്നെ അത് ബാധിക്കും. സാർ, നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 24,565 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്ത്. 203 പോയിൻറ്റിൻ്റെ ഇടിവായിരുന്നു നിഫ്റ്റി 50ൽ നമുക്ക് കാണാൻ സാധിച്ചത്. മാത്രമല്ല നിഫ്റ്റി 50ലെ ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ 6 ആഴ്ചകളായി ഇപ്പോൾ തുടർച്ചയായ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ നിഫ്റ്റി 50 ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50ൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് കഴിഞ്ഞ ആഴ്ച തന്നെ ബെയറിഷായി മാറിയിരുന്നു. ആൻഡ് വെള്ളിയാഴ്ചത്തെ ആ ഒരു ഇടിവിനെ തുടർന്ന് ആ ഒരു ട്രെൻഡിൽ ഒരു റിവേഴ്സലും കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ സപ്പോർട്ട് ഏരിയ, ആദ്യത്തെ 24,400, അതിനെ തുടർന്ന് 24,000 പോയിന്റ്.
24,400 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നമുക്കൊരു 400 പോയിന്റ് ഇടിവും കൂടെ പ്രതീക്ഷിക്കാം. ബട്ട് 24,000 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വലിയൊരു സെല്ലിംഗ് നമുക്ക് കാണാൻ സാധിക്കും. സാർ, നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ 55,617 എന്നൊരു നിലയിലായിരുന്നു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. 344 പോയിൻറ്റിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. അന്നത്തെ ഒരു ഇൻട്രാഡേ ലോ നോക്കുമ്പോൾ 55,562 എന്നൊരു നിലയിലായിരുന്നു ക്ലോസിംഗ് ഉണ്ടായതായിട്ട് കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയും സമാനമായി, നിഫ്റ്റി 50ക്ക് സമാനമായി തന്നെ ഒരു 6 വീക്കായിട്ട് നിലവിൽ ഇപ്പോൾ ഒരു ഇടിവിലാണ് ക്ലോസിംഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ഇനി ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു, ഷോർട്ട് ടേം സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 55,200 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. സാർ, നമുക്കിനി ഒരു സെക്ടർ വൈസ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. നമ്മൾ കഴിഞ്ഞൊരു വീക്കിൽ കണ്ടപ്പോൾ ആ ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ പല സെക്ടറിലും വലിയ രീതിയിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുന്ന ഒരു നിലയിലാണ് ക്ലോസിംഗ് ഉണ്ടായത്. എസ്പെഷ്യലി നിഫ്റ്റി റിയൽറ്റി കൂടാതെ നിഫ്റ്റി PSU ബാങ്ക് തുടങ്ങിയ സൂചികളിലൊക്കെ ഇടിവായിരുന്നു ഉണ്ടായിരുന്നത്. താങ്കൾ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സെക്ടേഴ്സ് ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി വിഷ്ണു, നമ്മൾ സെക്ടർ വൈസ് നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ സെക്ടറിലും നമുക്ക് വീക്ക്നെസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. മേ ബി ഒരേ ഒരു സെക്ടറിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്ന അറ്റ് ദ മൊമെന്റ് ഇറ്റ് ഇസ് FMCG സെക്ടർ. നിഫ്റ്റി FMCG ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 57,300 പോയിന്റ്. FMCG ഇൻഡെക്സിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഇസ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ബട്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ ഇത്രയും വലിയ നേട്ടം നമുക്ക് ഓൾറെഡി ലഭിച്ചതിനെ തുടർന്ന് നമുക്ക് കറന്റ് ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. ബട്ട് FMCG സെക്ടറിൽ നിന്നും എനിക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്ന 2-3 സ്റ്റോക്സ്. ഒന്ന് പാതാഞ്ജലിയുടെ കേസിൽ 1,900 രൂപയിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നല്ലൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ഡാബറിന്റെ കേസിൽ 528 രൂപ വളരെ മേജർ സപ്പോർട്ടായി നിലനിൽക്കുന്നു. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. പിന്നീട് ഇതേ സെക്ടറിൽ നിന്നും ബജാജ് കൺസ്യൂമറിന്റെ കേസിലും നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 230. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 240, 250 ആയിരിക്കും പിന്നീടുള്ള റെസിസ്റ്റൻസ് ലെവൽസ്. സാറിന് ഈ സ്റ്റോക്കിൻ ഫോക്കസിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം ചോദിക്കാനുള്ളൊരു സ്റ്റോക്ക് പ്രീമിയർ എനർജീസ് ലിമിറ്റഡ് ആണ്. സ്റ്റോക്ക് 2% മുകളിലേക്ക് ഇടിവാണ് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 1,010 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു 7% ഇടിവ് രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പ്രീമിയർ എനർജീസിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? വിഷ്ണു, പ്രീമിയർ എനർജിയുടെ കേസിൽ ഏപ്രിൽ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റിയും ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നമുക്ക് നിഫ്റ്റി 50യോടൊപ്പം തന്നെ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുമുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 995 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസും ചെയ്യുന്നില്ല. സാർ, അടുത്തൊരു ഓഹരി ഗെയിലാണ് നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ളത്. 1.8% ഇടിവാണ് ഗെയിൽ രേഖപ്പെടുത്തിയത്. 174 എന്നുള്ളൊരു പ്രൈസിലാണ് ഗെയിൽ നിലവിൽ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞൊരു മാസം 6%ൻ്റെയൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നതായിട്ട് കാണുന്നത്. ഗെയിലിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? ഗെയിലിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. ബട്ട് കഴിഞ്ഞ 5-6 ട്രേഡിംഗ് സെഷൻസിൽ തുടർച്ചയായിട്ടൊരു ഇടിവിനെ തുടർന്ന് നമുക്കൊരു ഷോർട്ട് കവറിംഗ് പ്രതീക്ഷിക്കാം. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 180 മുതൽ 183 രൂപ ഈ ഒരു റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. സാർ, ഇനി നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ളൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സുസ്ലോൺ ആണ്. സുസ്ലോണിനെ സംബന്ധിച്ച് വളരെ നേട്ടം രേഖപ്പെടുത്തിയ ഒരു ട്രേഡിംഗ് ആയിരുന്നു വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. 7% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 65 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു മന്ത്ലി ട്രേഡിംഗ് ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വീക്കിൽ ഏകദേശം ഒരു 3% മുകളിലേക്ക് ഒരു നേട്ടം സുസ്ലോൺ രേഖപ്പെടുത്തിയതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. സുസ്ലോണിൽ താങ്കളിന് വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്?
ഈ സുസ്ലോണിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് ഇപ്പോഴും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ വളരെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് 69 മുതൽ 70 രൂപ ഈ ഒരു റേഞ്ചിലാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. ബട്ട് സുസ്ലോണിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് മറ്റൊരു സ്മോൾ ക്യാപ്പ് ഇതേ സ്പേസിലുള്ള ഒരു മറ്റൊരു സ്റ്റോക്കിന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഈസ് ഐനോക്സ് ഗ്രീൻ എനർജി. ഐനോക്സ് ഗ്രീൻ എനർജിയുടെ കേസിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. 160 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ടും ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 167 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 172ഉം 180ഉം ആയിരിക്കും രണ്ട് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. 180ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ഇനിയൊരു ലെവൽ അറിയേണ്ട ഒരു സ്റ്റോക്ക് നെറ്റ്വെബ് ടെക്കാണ്. നെറ്റ്വർക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നെറ്റ്വെബ് 5% ഒരു നേട്ടമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിങ്ങിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിച്ചത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ മെയ്യിൽ വലിയ രീതിയിൽ അല്ലെങ്കിൽ 40% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിയതിന് ശേഷം പിന്നീട് ഒരു കൺസോൾട്ടേഷനാണ് അതിനുശേഷമുള്ള മാസങ്ങളിൽ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നെറ്റ്വെബ് ഇന്ത്യയിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? നെറ്റ്വെബിന്റെ കേസിൽ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നല്ലൊരു നേട്ടമാണ് കാണാൻ സാധിച്ചത്. ഇത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ മാർക്കറ്റിൽ അത്രത്തോളം ഒരു വീക്ക്നെസ് നടക്കുന്ന സമയത്തായിരുന്നു ഈ സ്റ്റോക്കിൽ ഇത്രയും ശക്തമായിട്ടൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് നെറ്റ്വെബിന്റെ കേസിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റിയും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ബട്ട് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2300, 2500, 2700 ഈ റെസിസ്റ്റൻസ് ലെവൽസ് ഒക്കെ ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇനി NHPCയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 83 എന്നൊരു പ്രൈസിലാണ് ലാസ്റ്റ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. ഒരു ഫ്ലാറ്റ് ഇടിവായിരുന്നു ട്രേഡിങ്ങിൽ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഒരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോൾ ഒരു നേരിയ ഇടിവ് മാത്രം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു NHPCയിൽ കാണാൻ സാധിച്ചത്. NHPCയിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? NHPCയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 80 രൂപയുടെ സപ്പോർട്ടും റെസിസ്റ്റൻസ് ആയിട്ട് 86 രൂപയും ശ്രദ്ധിച്ചിരിക്കണം. ഈ രണ്ട് ലെവൽസിൽ ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്കൊരു ട്രേഡിംഗ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. സാർ, ഇനി BSEയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. BSE 2411 എന്നൊരു നിലയിലാണ് ഒരു ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വലിയ രീതിയിലൊക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു സ്റ്റോക്കായിരുന്നു BSE എന്ന് പറയുന്നത്. ജൂണിലാണ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണുന്നത്. അതിനുശേഷം കഴിഞ്ഞ മാസം നോക്കുമ്പോൾ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ക്ലോസിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ എന്താണ് ഇനിയൊരു താങ്കളുടെ ഒരു വിലയിരുത്തൽ? ഇനിയൊരു മുന്നോട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? വിഷ്ണു, BSEയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് നമുക്ക് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2360 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 2620 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാവൂ. സാറിന് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 2.94% ഒരു ഇടിവിൽ 1718 എന്നൊരു നിലയിലാണ് സ്റ്റോക്കിൽ ഒരു ക്ലോസിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 വീക്കുകളായി നിഫ്റ്റി 50ക്കൊക്കെ സമാനമായി തന്നെ ഒരു 6 വീക്കുകളായി തുടർച്ചയായി ഇടിവാണ് സ്റ്റോക്ക് ഇപ്പോൾ രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ മാത്രമല്ല, നമ്മൾ ഏത് ഡിഫൻസ് ഓഹരി എടുത്തു കഴിഞ്ഞാലും ഇതേ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. സോ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഭാരത് ഡൈനാമിക്സ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽ, ഭാരത് എർത്ത് മൂവേഴ്സ്, ഭാരത് ഇലക്ട്രോണിക്സ്, ഗാർഡൻ റീച്ച്, മാസഗോൺ ഡോക്ക് മുതലായ ഏത് ഡിഫൻസ് സ്റ്റോക്ക് എടുത്താലും വളരെ സിമിലർ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സ്പെസിഫിക് കേസിൽ 1580 രൂപ വളരെ മേജർ ഒരു സപ്പോർട്ടായിട്ട് കാണുന്നു. എനിക്ക് തോന്നുന്നത് ആ ഒരു സപ്പോർട്ട് നിലനിൽക്കും. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലെവലിൽ ഒരു ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കും.
ഇനി കിറ്റെക്സിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. കിറ്റെക്സ് മാർച്ചിന് ശേഷം വലിയൊരു നേട്ടം നൽകിയൊരു സ്റ്റോക്കായിരുന്നു. എന്നാൽ ഒരു മെയ്യിൽ ഒരു ഓൾ ടൈം ഹൈ എടുത്തതിന് ശേഷം അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ടൊരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പോലത്തെ ഒരു ഇടിവാണ് കാണുന്നത്. ഏകദേശം 30% ഒരു ഇടിവ് ഓൾ ടൈം ഹൈയിൽ നിന്ന് സ്റ്റോക്ക് ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. കിറ്റെക്സിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? വിഷ്ണു, കിറ്റെക്സിനോടൊപ്പം തന്നെ നമ്മൾ മറ്റ് പല ടെക്സ്റ്റൈൽ കമ്പനീസിലും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇടിവ് കാണുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രധാന കാരണം ടാരിഫ് നയം അമേരിക്ക കൊണ്ടുവരുന്നതിനെ തുടർന്ന് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന ഒരു സെക്ടർ ഗാർമെന്റ്സ് ഓർ ടെക്സ്റ്റൈൽ സെക്ടർ. സോ അൺഫോർച്ചുനേറ്റ്ലി കിറ്റെക്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. നമ്മൾ എസ്പെഷ്യലി ട്രേഡിംഗ് പർപ്പസിന് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. നമുക്ക് അടുത്തൊരു സ്റ്റോക്കിൻ്റെ വ്യൂ അറിയേണ്ടത് റെയിൽവേ സെക്ടറിൽ നിന്നുള്ള ടിറ്റാഗറിനെ പറ്റിയാണ്. ടിറ്റാഗർ നോക്കുമ്പോൾ 2.78% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 836 ഇപ്പോൾ ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് നമുക്ക് ടിറ്റാഗറിൻ്റെ കാണാൻ സാധിക്കുന്നത്. ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ വീക്കുകളിലൊക്കെ ഒരു ഇടിവാണ് ഇപ്പോൾ നേരിയ തോതിലുള്ളൊരു ഇടിവാണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നത്. ടിറ്റാഗറിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ, കൂടാതെ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന മറ്റു റെയിൽവേ സ്റ്റോക്കുകൾ ഏതെങ്കിലും ഉണ്ടോ ഇപ്പോൾ? ടിറ്റാഗറിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന് വളരെ മികച്ച ഒരു സപ്പോർട്ട് 800 രൂപയെ കാണുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ അത് തന്നെ ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കാം. ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കൺഫർമേഷൻ ലഭിക്കുമെങ്കിൽ 960 രൂപയുടെ റെസിസ്റ്റൻസും ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. ഏത് റെയിൽവേ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും വീക്ക്നെസ്സേ കാണാൻ സാധിക്കുന്നുള്ളൂ. സോ ഒരു റെയിൽവേ ഓഹരിയിലും ഇന്നത്തെ അല്ലെങ്കിൽ അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിൽ ലോ റിസ്കിൽ ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. ഇനി ജിയോഫിന്നിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 0.08 ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. 329 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ മാർച്ച് തുടങ്ങിയുള്ള ഒരു നേട്ടം നോക്കുമ്പോൾ ഏകദേശം 60% മുകളിലേക്കൊരു റിട്ടേൺ ഈ ഒരു ഓഹരി ഇപ്പോൾ നൽകി കഴിഞ്ഞു. ഇനി എന്തായിരിക്കും ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് എക്സ്പെക്ട് ചെയ്യണോ, അതോ മുന്നോട്ടൊരു സാധ്യതയുണ്ടോ ഈ ഒരു സ്റ്റോക്കിന് ഇനി? ജിയോഫിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ഈ സ്റ്റോക്കിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 336 മുതൽ 345 ഈ ഒരു റേഞ്ചിലായിരിക്കും. സോ കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇനി നമുക്ക് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ അവസരം ലഭിക്കത്തുള്ളൂ. സാറിന് ഈ ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 0.84% ഒരു ഇടിവിൽ 112 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ മാസത്തിൽ ഒരു 6% ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ബജാജ് ഹൗസിംഗിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്ക് നല്ലൊരു സെല്ലിംഗ് കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് വീണ്ടും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 100 മുതൽ 110 സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ ഇനി ചെന്നൈ പെട്രോളിയത്തിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 3.83% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 656 സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നേരിയ ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു സ്റ്റോക്കിൽ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ചെന്നൈ പെട്രോളിയത്തിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? വിഷ്ണു, നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ അന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാന ഫാക്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് ഒത്തിരി മാസങ്ങൾക്ക് ശേഷം കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ റുപ്പിയും അമേരിക്കൻ ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് കണ്ടമാനം വീക്കൻ ചെയ്തു പോയിട്ടുണ്ട്. ഇൻഫാക്ട് ഇന്ത്യൻ റുപ്പി എടുക്കുമ്പോഴേക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത് വരും ദിവസങ്ങളിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ലോ തന്നെ കാണാൻ സാധിക്കും. ക്രൂഡ് ഓയിലിന്റെ വില ഉയരുന്നു, ഇന്ത്യൻ റുപ്പി വീക്കൻ ചെയ്യുന്നു. ഇത് ഏത് OMC അതായത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ബെയറിഷ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വാർത്തയായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഭാരത് പെട്രോളിയം, IOC, ചെന്നൈ പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം മുതലായ സ്റ്റോക്സിലൊക്കെ ലോങ് പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യുക. തൽക്കാലം പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡും ചെയ്യുക.
ഇനി സിമൻറ്റ് സെക്ടറിൽ നിന്നുള്ള സ്റ്റാർ സിമൻറ്റിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 1.92% ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. 243 ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ മാസം 12% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്തായിട്ടാണ് നിലവിൽ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നത്. സ്റ്റാർ സിമൻറ്റിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? സ്റ്റാർ സിമന്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ഈ സ്റ്റോക്കിന് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ. എന്തെന്നാൽ ഇതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. സ്റ്റോക്കിൽ ഇനിയും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 255 മുതൽ 260 റേഞ്ച് വരെ. ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 225 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സാർ, ഇനി ഇൻഷുറൻസ് സെക്ടറിൽ നിന്നുള്ള HDFC ലൈഫിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 1.83% ഇടിവായിരുന്നു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ മാർച്ചിന് ശേഷം വലിയ രീതിയിലൊരു നേട്ടം, ഏകദേശം 30% മുകളിലേക്ക് ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. HDFC ലൈഫിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? HDFC ലൈഫിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 730 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ട്രെൻഡ് റിവേഴ്സൽ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുമെങ്കിൽ 765 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് അറിയേണ്ടത് കെയ്നസ് ടെക്നോളജീസിൻ്റെ ഒരു വ്യൂ ആണ്. കമ്പനിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കെയ്ൻസ് 3.2% ഒരു നേട്ടം രേഖപ്പെടുത്തി 6371 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ 6 മന്ത്സായിട്ട് നമ്മളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലോസിംഗ് ആണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. കെയ്ൻസിൽ മുന്നോട്ടും ഒരു കുതിപ്പ് തന്നെയാണോ താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നത്? കെയ്ൻസിന്റെ കേസിലും നമുക്ക് കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. ബട്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ വീണ്ടും കാണുന്ന 2 പ്രോബ്ലം: ഒന്ന്, ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല; രണ്ടാമത്തത്, ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ലെവൽ 6800, അതിനുശേഷം 7200. ഇനി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ വ്യൂ ആണ് അറിയേണ്ടത്. 3159 എന്നൊരു പ്രൈസിൽ 1.37% ഇടിവാണ് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മാസമായിരുന്നു സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? M&Mന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ എസ്പെഷ്യലി ട്രേഡിങ്ങിന് വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 3080 രൂപയിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, നമുക്കിനി അടുത്തതായിട്ട് അറിയേണ്ട ഒരു സ്റ്റോക്കിൻ്റെ പേര് ടാറ്റ ടെക്കാണ്. ടാറ്റ ടെക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിൽ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് ദിവസത്തെ ഒരു ക്ലോസിംഗ് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 1% മുകളിലേക്ക് ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 693 എന്നൊരു നിലയിലാണ് സ്റ്റോക്കിൻ്റെ ഒരു ക്ലോസിംഗ് പ്രൈസായിട്ട് കാണുന്നത്. കഴിഞ്ഞ ഒരു 2 മാസം നോക്കുമ്പോഴും ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ടാറ്റ ടെക്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? ടാറ്റ ടെക്കിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 688 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബുള്ളിഷ് റിവേഴ്സൽ കാണണമെങ്കിൽ 740 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമ്മൾ പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാവൂ. സാറിന് ഈ ഒരു PSU ബാങ്കായ യൂണിയൻ ബാങ്കിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 2.18% ഇടിവാണ് സ്റ്റോക്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടത്. 128 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. കഴിഞ്ഞ മാസം അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ മാസങ്ങളും കൂടി പരിഗണിക്കുമ്പോൾ 2 മാസങ്ങളിൽ ഏകദേശം 12% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി യൂണിയൻ ബാങ്കിന്റെ കേസിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്ക് കനത്ത സെല്ലിംഗ് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. വളരെ സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മൾ ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഇതിലൊരു ഓവർ സോൾഡ് റീഡിംഗ് കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 2-3 സെഷൻസിൽ ഒരു നേരിയ ഷോർട്ട് കവറിങ് കാണാൻ സാധിക്കും. ഷോർട്ട് കവറിങ് നടക്കുന്ന സമയത്ത് നമ്മളൊരു ബൈയിങ് അവസരമായിട്ട് ഉപയോഗിക്കരുത്. നേരെ മറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് ചുരുക്കാൻ നോക്കുക. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് 135 മുതൽ 142 രൂപ വരെ.
യൂണിയൻ ബാങ്കിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് PSU ബാങ്ക് ഇൻഡെക്സും ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് 6700 പോയിന്റ്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ PSU സ്റ്റോക്ക് ബാങ്കിങ് സ്റ്റോക്സിൽ നമുക്ക് ശക്തമായ സെല്ലിംഗ് പ്രഷർ നേരിടേണ്ടി വരും. സാറിന് IT നിന്നുള്ള TCSൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 1% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 3003 നമുക്ക് ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു മാസം നോക്കുമ്പോൾ 12% ഒരു ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. TCSൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി TCSന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ സ്റ്റോക്കിലെ ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഇനി ABBയുടെ വ്യൂ ആണ് അറിയേണ്ടത്. ABB 5387 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 2.2% ഇടിവാണ് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഒരു വീക്ക്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു നേരിയ ഇടിവാണ് കഴിഞ്ഞ കുറച്ച് വീക്കുകളായി സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ABBയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ABBയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് 5200 രൂപയിൽ കാണുന്നുണ്ട്. ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമ്മൾ ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാനും പാടില്ല. അതുപോലെ തന്നെ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ന് ഈ സ്റ്റോക്കിന്റെ ക്വാർട്ടർലി റിസൾട്ടും റിലീസ് ചെയ്യപ്പെടും. സാറിന് ഈ പേടിഎമ്മിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. പേടിഎം 1076 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. 1.19% ഒരു ഇടിവായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ പേടിഎം കാഴ്ചവെച്ചത്. എന്നാൽ മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ പേടിഎം ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മന്തായിട്ട് നേട്ടം രേഖപ്പെടുന്ന ഒരു നിലയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. പേടിഎമ്മിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? പേടിഎമ്മിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഓവറോൾ മാർക്കറ്റിൽ കാണുന്ന ഒരു വീക്ക്നെസ്സിനെ തുടർന്ന് നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 1040 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ട്രേഡിംഗ് അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ 1130 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം കൂടെ നേട്ടം ലഭിക്കും. താങ്ക് യു സാർ, ഇത്രയും വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. ഏതായാലും ഈ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളൊരു നിക്ഷേപം നടത്തുമ്പോൾ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ ഒപ്പീനിയൻസ് തേടേണ്ടതാണ്. ഏതായാലും നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയുമായി കാണാം. സ്റ്റേ ട്യൂൺഡ്.